Hi everybody, hope all of you are doing good. In the makla, let's learn about anatomy of the eye. Okay, നമ്മുടെ കണ്ണിന്റെ അനാറ്റമിനെ പറ്റി ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് രണ്ട് ക്ലാസ് ആയിട്ട് എടുക്കാം. ക്ലാസ് 1 പാർട്ട് 1 പാർട്ട് 2. സിമ്പിൾ ആണ് ആൻഡ് ദിസ് ഇസ് MBBS സ്റ്റുഡൻസിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ആൻഡ് അതർ പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ഓൾസോ. ഓക്കെ, സോ അനാറ്റമി ഓഫ് ദി ഐ. സോ സി ഗൈസ്, നമ്മുടെ ഐസ് കണ്ടോടാ. Now before I start, I want you to, ഒരു സെക്കൻഡ് എടാ. Yeah, so I want you to know the parts of the eye. Alright, so this is what, ഇതെന്താണ് മക്കളെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ഐ ലാഷസ് ആണ് അല്ലേ. ഇത് ഐ ലാഷസ് ആണ്, കാണാലോ. ഓൾറൈറ്റ്, പിന്നെന്താ മോനെ, ഈ വെള്ള കളറിലുള്ള ഭാഗം എന്താണ്? ഈ വെള്ള കളറിലുള്ള ഭാഗം ദാറ്റ് ഇസ് കോൾഡ് ആസ് സ്ക്ലേറ. ഓക്കെ, വൈറ്റ് കളർ ഭാഗമാണ് സ്ക്ലേറ. ഇനി മക്കളെ ഇതെന്താണ്? വേറെ കളർ എടുക്കാം, മീൻസ് പേർപ്പിൾ എടുക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ മോനെ, ഈ റൗണ്ട് വരച്ചേക്കുന്ന ഈ ഭാഗം എന്താടാ? യെസ്, വെരി ഗുഡ്. അതിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയാം. ഇത്രയും മനസ്സിലായത്? ഈ മൊത്തം ഈ ഭാഗത്തിനെയാണ് ബേസിക്കലി, ഇവിടെ മക്കളെ ഒരു മസിൽ ഉണ്ട് കേട്ടോ, ഇങ്ങനെ രണ്ട് മസിൽസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുക. മനസ്സിലായോ? ഈ ഐറിസിന്റെ നടുക്ക് ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടോ മോനെ? ഈ ബ്ലാക്ക് ആ ഭാഗത്തിനെയാണ്, ഈ ബ്ലാക്ക് ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്യൂപ്പിൾ എന്ന് പറയാ. ഇത്രയും ക്ലിയർ ആയല്ലോ? നമ്മുടെ കണ്ണിന്റെ വെള്ള ഭാഗം എന്താടാ? ഇറ്റ്സ് കോൾഡ് എ സ്ക്ലേറ. ഓക്കെ, ഈ ആക്ച്വലി ഇവിടെ ബ്ലൂ ഐസ് ആണ് കേട്ടോ. നമുക്കൊക്കെ മോസ്റ്റ്ലി നമുക്ക് എന്താണ്, ബ്ലാക്ക് അല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ ഭാഗമാണ് ഐറിസ്. ഓക്കെ, മിസ് വരച്ചേക്കുന്ന ഈ ഭാഗം. ഓക്കെ, ആൻഡ് ഈ അകത്തെ ബ്ലാക്ക് ഭാഗം കണ്ടോടാ, അതാണ് നമ്മുടെ എന്ത് മോനെ? പ്യൂപ്പിൾ. ഇത്രയും ക്ലിയർ ആയല്ലോ? നൗ ഇപ്പം ഇനി നമുക്ക് ലാറ്ററൽ വ്യൂ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനാണെങ്കിൽ കണ്ണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ സൈഡിൽ നിന്ന് നോക്കുകയാണ്. എങ്ങനെ മക്കളെ? ഇങ്ങനെ കണ്ണ് കട്ട് ചെയ്തിട്ട് ഞാൻ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാണാൻ? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആദ്യം ഇങ്ങനെ വരച്ചേക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പുറത്തെ ലെയർ ആണ്, അതാണ് നമ്മുടെ സ്ക്ലേറ. മിസ് ഇപ്പോൾ വരയ്ക്കുന്നതാണ് നമ്മുടെ സ്ക്ലേറ. ഓക്കെ, ഇത് ലാറ്ററൽ വ്യൂ ആണ്. എന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കണ്ണ് ഞാൻ നോക്കിയാൽ, കണ്ണ് നമ്മുടെ ഒരു ബോൾ പോലെയാണ്, അതറിയാലോ കണ്ണ്. ഓക്കെ, ഐ ബോൾ എന്നാ പറയാം. ഞാൻ സൈഡിൽ കൂടെ നമ്മുടെ കണ്ണ് നോക്കിയാൽ ഇതേപോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ ഭാഗം ഈ പേർപ്പിളായിട്ട് വരച്ചേക്കുന്നതാണ് സ്ക്ലേറ. ഈ ഫ്രണ്ടിൽ ഒരു ബൾജിങ് കണ്ടോ മക്കളെ? ഈ ഒരു ബൾജിങ് കണ്ടോടാ? അതെന്താ മോനെ? അതാണ് നമ്മുടെ കോർണിയ. ഇത്രയും മനസ്സിലായടാ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇവിടെ ഞാൻ വരച്ചേക്കുന്ന എന്താണ്? ദിസ് ഇസ് ദ ലെൻസ്. ഓക്കെ, ഞാൻ ഈ മിസ് ഇവിടെ വരച്ചേക്കുന്നതാണ് നമ്മുടെ അതിനകത്ത് ലെൻസ്. ലെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഓരോ പാർട്ടിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് 2-3 പോയിന്റ്സ് മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഓറിയന്റേഷന് വേണ്ടി ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ സ്ക്ലെയർ വരച്ചു, കുറച്ച് ബൾജിങ് ആയിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ കോർണിയാണ്. പിന്നെ ഞാൻ ബാക്കിൽ വരച്ചിരിക്കുന്ന എന്താ മക്കളെ? നമ്മുടെ ലെൻസ് ആണ്. ഇനി മിസ് വേറൊരു കളർ എടുക്കട്ടെ. ഇവിടെ ഓക്കെ, ഞാനൊരു മസിൽ വരയ്ക്കാൻ പോവാണ്. ഞാൻ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന എന്താണ്? ഹൂ വിൽ ടെൽ മീ? മിസ് യെല്ലോ കളറിൽ വരച്ചേക്കുന്നതാണ് ഞാൻ ഇവിടെ എഴുതാൻ കേട്ടോ മോനെ. യെല്ലോയിൽ വരച്ചേക്കുന്നതാണ് ഐറിസ്. ഐറിസ്. ഓക്കെ, ദിസ് ഐറിസ് വിൽ കണ്ടിന്യൂ ആസ് വാട്ട് യു നോ? ദിസ് ഐറിസ് വിൽ കണ്ടിന്യൂ ആസ് അനദർ സ്ട്രക്ചർ കോൾഡ് ആസ്, ഈ റെഡ് ആയിട്ട് മിസ് വരച്ചേക്കുന്നതാണ് സീലിയറി ബോഡി. അപ്പൊ മക്കളെ, ഇപ്പൊ പേര് മാത്രം ഒന്ന് കേൾക്കുക, അത് കഴിഞ്ഞ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒരു ഓറിയന്റേഷനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, മിസ് ലെൻസ് വരച്ചു, അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മസിൽ വരച്ചു യെല്ലോ കളറിൽ, അതാണ് നമ്മുടെ ഐറിസ്. ഐറിസ് ബാക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്, ആ സ്ട്രക്ചറിന്റെ പേര് എന്താ മോനെ? ദാറ്റ് ഇസ് കോൾഡ് ആസ് സീലറി ബോഡി. വെരി ഗുഡ്. ഈ സീലറി ബോഡി ഓക്കെ ബാക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതിന് ഐ ബോൾ ആണ് കേട്ടോ മക്കളെ, ഐ ബോൾ ആണ് കേട്ടോ. അപ്പം ബാക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ഈ ഓറഞ്ച് കളറിൽ മിസ് വരച്ചേക്കുന്നതാണ് എന്ത്? വെരി ഗുഡ്, ഇറ്റ് ഇസ് കോൾഡ് ആസ് കോറോയിഡ്. ഓക്കെ, അപ്പം മിസ് യെല്ലോ കളർ വരച്ചേക്കുന്ന ഐറിസ്, അത് നമ്മുടെ കണ്ണിലൊരു മസിലാണ്. ഓക്കെ, ഐറിസ് കണ്ടിന്യൂ ചെയ്തിട്ട് റെഡ് കളറിൽ വരച്ചേക്കുന്നതാണ് സീലറി ബോഡി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറാണ്. ഓക്കെ, ആൻഡ് സീലറി ബോഡി കണ്ടിന്യൂസ് ആസ് എ കോറോയിഡ് കേട്ടോ. ആൻഡ് സി, നമ്മുടെ സ്ക്ലേറ
ഒബ്വിയസ്ലി ഇതാ ഇങ്ങനെ ചുറ്റിനും ഉണ്ട്. ഒരു ഐ എന്ന് പറഞ്ഞൊരു ബോൾ ഷേപ്പാണ്. ഇത് നിങ്ങൾ കാണുന്നത് ഞാൻ സൈഡിൽ നിന്ന്, ഇപ്പം ഞാൻ എൻ്റെ ഈ സൈഡിൽ നിന്ന് എൻ്റെ കൈ കണ്ടില്ലേ, ഇവിടുന്ന് ആരെങ്കിലും എൻ്റെ കണ്ണ് നോക്കിയാൽ, കട്ട് ചെയ്തിട്ട് കണ്ണ് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നാണ് മിസ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. എത്ര മനസ്സിലായല്ലോടാ? ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോടാ. ഓക്കെ. ആൻഡ് അപ്പം നിങ്ങൾ ഈ പേർപ്പിൾ കളറിൽ എന്താ മക്കളെ, പേർപ്പിൾ കളറിൽ മിസ് വരച്ചേക്കുന്നത് സ്ക്ലേറ. ഓക്കെ. അതിൻ്റെ അകത്ത് ഓറഞ്ച് കളറിൽ വരച്ചേക്കുന്നത് എന്താണ്, കോറോയിഡ്. അതിൻ്റെ അകത്ത് നമുക്കൊരു ലെയർ ഉണ്ട്. ആര് പറയും അത്? ഏറ്റവും അവസാനത്തെ ഒരു ഇന്നർ മോസ്റ്റ് ലെയർ എന്താ മക്കളെ? ഇന്നർ മോസ്റ്റ് ലെയർ എന്താടാ? മിസ് ഈ ഗ്രീൻ കളറിൽ വരച്ചേക്കുന്നതാണ് റെറ്റിന. ഈ റെറ്റിനയിലാണ് നമ്മൾ കാണുന്ന ഇമേജസ് ഒക്കെ ചെന്ന് പതിയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ റെറ്റിന വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് സ്ക്ലേറയുണ്ട്. ഒരു ബോൾ നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് സ്ക്ലേറയാണ്. അതിൻ്റെ തൊട്ടകത്തെ കവറിങ് എന്താ മക്കളെ? കോറോയിഡ് ആണ്. അതിൻ്റെ അകത്തെ കവറിങ് എന്താ മോനെ? ദാറ്റ്സ് കോൾഡ് എസ് റെറ്റിന. കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം കേട്ടോ. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഔട്ടർ ഫൈബ്രസ് കോട്ടാണ് സ്ക്ലേറ ആൻഡ് കോർണിയ. ഓക്കെ മക്കളെ നോക്കടാ, ഈ പേർപ്പിൾ കളറിൽ ഞാൻ വരച്ചേക്കുന്നതും ദാ ഇതും ഈ കോർണിയം എല്ലാം ഔട്ടർ ഏരിയ ആണ്, ഔട്ടർ ലെയർ ആണ്. ഓക്കെ. ആൻഡ് ഇറ്റ്സ് ഫൈബ്രസ് ഇൻ നേച്ചർ. മിഡിൽ കോട്ട് എന്ന് പറഞ്ഞാൽ മിഡിൽ ഇറ്റ് ഇസ് ഐറിസ്, സിലറി ബോഡി ആൻഡ് കോറോയിഡ്. ഓക്കെ. മിസ് ഈ നടുക്ക് വരച്ചേക്കുന്നത് കണ്ടോടാ? നടുക്കിൽ എന്തൊക്കെയാണ് മിസ് വരച്ചേക്കുന്നതാ? ഇവിടെ ഐറിസ് ഉണ്ട്, ഇത് സീലറി ബോഡിയാണ്, ഇങ്ങനെ വരച്ചേക്കുന്ന എന്താ മക്കളെ? കോറോയിഡ് ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മിഡിൽ ലെയർ ഓഫ് ദി ഐയിലാണ്, മിഡിൽ ലെയർ ഓഫ് ദി ഐ ആണ്. അപ്പോൾ മിഡിൽ ലെയർ എന്ന് വെച്ചാൽ വളരെ വാസ്കുലർ ആണ്, കുറേ ബ്ലഡ് സപ്ലൈസ് ഉണ്ട് ഈ മിഡിൽ ലെയറിനകത്ത്. മിഡിൽ ലെയർ എന്തൊക്കെയുണ്ട് അതിനകത്ത് മക്കളെ? ഐറിസ് ഉണ്ട്. ഐറിസ് കണ്ടിന്യൂസ് ആസ് എ സീലറി ബോഡി വിച്ച് കണ്ടിന്യൂസ് ആസ് എ കോറോയിഡ്. ഇത്ര മനസ്സിലായാലും വെരി ഗുഡ്. ഇനി അവിടുത്തെ ഇന്നമോസ്റ്റ് ലെയർ ആണ് എന്ത് മോനെ? റെറ്റിന. റെറ്റിന നമ്മുടെ നെർവസ് കോട്ടാണ്. ഓക്കെ. നെർവ് ഫൈബേഴ്സ് കുറേ ഉണ്ട് അതിനകത്ത് കേട്ടോ. സോ ദ ഇന്നമോസ്റ്റ് ലെയർ ഇസ് ദ റെറ്റിന. മക്കളെ നോക്കണം, ഈ ഐബോളിൻ്റെ ഏറ്റവും അവസാനത്തെ ലെയർ കണ്ടോ മിസ് വരച്ചേക്കുന്നത് ഇവിടെ? അതാണ് നമ്മുടെ റെറ്റിന. ഇത്ര മനസ്സിലായല്ലോ. വെരി ഗുഡ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ MBBS സ്റ്റുഡൻസിന് കുറച്ചും കൂടെ കൂടുതൽ എഴുതണം കേട്ടോ. ബട്ട് ഇത് ബേസിക് ആണ് മിസ് പറഞ്ഞിരുന്നത്, ഇത് എന്തായാലും എഴുതണം. അപ്പം ഓരോ സ്ട്രക്ചറിനെ പറ്റി 2-3 വാക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കോർണിയ ഫസ്റ്റ് യു റൈറ്റ് ദ whatever I said and next you write cornea. In cornea, see this picture here guys. മക്കളെ നോക്കടാ, ഇതിനകത്ത് ഈ പിക്ചറിനകത്ത് കോർണിയ എവിടെയാണെന്ന് അറിയോടാ? ഇതാണ് കോർണിയ. നമ്മൾ ഈ ലെൻസ്, ഇപ്പോൾ ഈ നിങ്ങൾ ചിലവരൊക്കെ ലെൻസ് വെക്കുന്നുണ്ടാവുമല്ലോ, ലെൻസ്. ആ ലെൻസ് കാണുന്നവർക്കറിയാം അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, റൗണ്ട് ആയിട്ടുള്ള അല്ലേ? കണ്ണിൽ ലെൻസ് വെക്കുന്നവർക്കറിയാം. നമ്മുടെ കോർണിയയും സെയിം തിങ് ആണ്. കോർണിയ അതേപോലെ ഇരിക്കും കാണാൻ, ലെൻസ് പോലെ ഇരിക്കും. ഓക്കെ. സോ നമ്മുടെ ഈ ഞാൻ മിസ് പറഞ്ഞ എന്താണ്, ഈ ഭാഗം എന്താ മക്കളെ? ഐറിസ് ആണ് അല്ലേ? അകത്ത് പ്യൂപ്പിളുണ്ട്. ഈ ബ്ലാക്ക് കളർ പ്യൂപ്പിളാണ്, അത് മിസ് പറഞ്ഞു തന്നല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് ചുറ്റിനും ഒരു കവറിങ് ആണ് എന്ത്? നമ്മുടെ കോർണിയ. ഓക്കെ. ഈ ഭാഗത്തൊരു ട്രാൻസ്പെറൻറ്റ് ലെയർ ആണ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ലെയർ ആണ് എന്ത് മക്കളെ? കോർണിയ. ഓക്കെ മക്കളെ മനസ്സിലായോടാ? ഓക്കെ. കോർണിയ എന്താണെന്ന് ചോദിച്ചാൽ ഇതാ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ട്. ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ വെള്ളം പോലെ ഇരിക്കും. ഓക്കെ. അതിന് കളറില്ല. ആ ലെയറിനെയാണ് കോർണിയ എന്ന് പറയുക. ഓക്കെ. ആൻഡ് ഈ ഭാഗം കണ്ടോ, ഇതൊരു മസിലാണ് മോനെ, ഇതാണ് ഐറിസ്. നടുക്കത്തെ ഒരു ഹോള് കണ്ടോടാ, അതാണ് പ്യൂപ്പിൾ. ഇത്ര മനസ്സിലായല്ലോ? ഈ പിക്ചർ ഇപ്പം നോക്കണ്ട. ഓക്കെ. ഓക്കെ. അതിന് ഈ കോർണിയെ പറ്റി ഫസ്റ്റ് തിങ് അതൊരു ട്രാൻസ്പെറൻറ്റ് ഏരിയ ആണ്. ഓക്കെ. ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം. ഓക്കെ. ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ ലൈറ്റിന് അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. മക്കളെ ലൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്ക് ചെന്നാലേ നമ്മുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള കോർണിയ എന്താണ്? ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണ് ഫോർ ദ ലൈറ്റ് റേസ് ടു പാസ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയം. In the sense, ഈ ലൈറ്റ് റേസ് കണ്ണിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ കോർണിയ ഇറ്റ് വിൽ ബെൻഡ് ദ ലൈറ്റ് റേസ്. ഓക്കെ. ഇറ്റ് വിൽ ബെൻഡ് ദ ലൈറ്റ് റേസ് ടു ഫോക്കസ് ദ ഇമേജ് ഓൺ ദ റെറ്റിന. നമ്മുടെ റെറ്റിനയിൽ ഒരു ഇമേജ് ഫോക്കസ് ചെയ്യാനായിട്ട് ലൈറ്റ് റേസ്, ഇപ്പം ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് നമ്മുടെ റെറ്റിനയിൽ ചെന്ന് ഫോക്കസ് ചെയ്യണം, ഒരു പോയിന്റ് ചെന്ന് ഫോക്കസ് ചെയ്യണം. അപ്പം അങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ലൈറ്റിനെ ബെൻഡ് ചെയ്യിപ്പിക്കണം. അതാരാണ്? അത് റിഫ്രാക്റ്റീവ് മീഡിയത്തിനെ പറ്റത്തുള്ളൂ. അപ്പോൾ ആരാണ് ഈ റിഫ്രാക്റ്റീവ് മീഡിയം? ഇവിടെ നമ്മുടെ കോർണിയാണ്. ഓക്കെ. സോ അറ്റ്ലീസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയ, ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയ. ഇത് രണ്ടും നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. ഈ 2 പോയിന്റ് എഴുതുക. ഫൈൻ. ഇനിയും അടുത്തത് മക്കളെ
ടെൽ മീ, സി ഈ വെള്ള കളറിൽ എന്താ മോനെ, ഈ വെള്ള കളറിൽ മിസ് പറഞ്ഞു അതെന്താണ് ഈ കണ്ണിന്റെ ഈ ഭാഗം? ഇറ്റ് ഈസ് കോൾഡ് എസ് സ്ക്ലേറ. സ്ക്ലേറ. ഓക്കെ, അപ്പോൾ ഈ കോർണിയ ഓക്കെ ആൻഡ് സ്ക്ലേറയുടെ ജംഗ്ഷൻ എന്ന് പറഞ്ഞ മിസ് ഇതാ ഈ വരയ്ക്കുന്ന ഭാഗം. ഓക്കെ, ഈ വെള്ള കളറാണ് കോർണിയ. ഓക്കെ, ഈ ഭാഗമാണ് മിസ് പറഞ്ഞു ഈ ഭാഗമാണ് എന്ത്, നമ്മുടെ കോർണിയ. അപ്പോൾ ഈ കോർണിയയുടെയും സ്ക്ലേറയുടെയും ജംഗ്ഷൻ ഇതാ മിസ് വരയ്ക്കുന്ന കണ്ടോ. ഷുഡ് ഐ ടേക്ക് എ ഡിഫറെൻറ്റ് കളർ മക്കളെ? ബ്ലൂ എടുക്കട്ടെടാ. I took yellow. മക്കളെ ഇത് നോക്കടാ. Can you see this part? Can you see guys? ഞാൻ കുറച്ച് വലുതാക്കട്ടെടാ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം കണ്ടോടാ. The area, the junction between the cornea and the sclera, that is called as, very good, very important, it is called as a limbus. കോർണിയയുടെയും സ്ക്ലേറയുടെയും ആ ജംഗ്ഷൻ പോയിന്റ് ഇല്ലേടാ, ഈ സർക്കിൾ മിസ് വരച്ചേക്കുന്നത്, ദാറ്റ് ഏരിയ ഇസ് കോൾഡ് ആസ് എ ലിംബസ്. ലിംബസ്. ഓക്കെ ഫൈൻ. അപ്പോൾ കോർണിയെ പറ്റി ഇത്രയും മതി. അടുത്തിട്ട് നമ്മൾ സ്ക്ലേറയെ പറ്റി പഠിക്കുന്നു. നമ്മുടെ കണ്ണിലെ വെള്ള ഭാഗം അതാണ് സ്ക്ലേറ. ഒബ്വിയസ്ലി വെള്ള ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഒപ്പേക്കാണ്. ഒപ്പേക്കാണ്, റൈറ്റ്? വിച്ച് മീൻസ് ഒപ്പേക്ക് എന്ന് അർത്ഥം വെച്ചാൽ ഒരു ഒപ്പേക്ക് സ്ട്രക്ചർ ലൈറ്റ് റേസിനെ അതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് മിസ് എഴുതിയിരിക്കുന്നത്. സ്ക്ലേറ ഇറ്റ് ഈസ് എൻ ഒപ്പേക്ക് സ്ട്രക്ചർ. ഈ സ്ക്ലേറയിൽ നമുക്ക് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. പക്ഷേ ലൈറ്റ് റേസ് സ്ക്ലേറയിൽ കൂടെ പാസ് ചെയ്ത് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യില്ല. ബിക്കോസ് സ്ക്ലേറ അതൊരു ഒപ്പേക്ക് ലെയർ ആണ്. അത് ട്രാൻസ്പെറൻ്റ് അല്ല. ലൈറ്റ് റേസിന് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ അതൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ കൂടെ പറ്റുള്ളൂ. അതാരാണ് ചെയ്യുന്നത്? അത് നമ്മുടെ കോർണിയാണ് ട്രാൻസ്പെറൻറ്റ് മീഡിയം. പക്ഷെ നമ്മുടെ സ്ക്ലേറ വെള്ള കളറാണ്. അതുകൊണ്ട് ലൈറ്റ് റേസിന് അകത്തേക്ക് പാസ് ചെയ്യാൻ സ്ക്ലേറയിൽ കൂടെ പറ്റത്തില്ല. ഓക്കെ, സ്ക്ലേറയിനകത്ത് എന്തുണ്ട്, കുറേ വെസൽസും നെർവ്സും ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൽ കുറേ എക്സ്ട്രാ ഓക്യുലർ മസിൽസ് ഉണ്ട് മക്കളെ, റൈറ്റ്? കുറേ മസിൽസ് ഉണ്ട്. ആ മസിൽസിൻ്റെയൊക്കെ അറ്റാച്ച്മെൻറ്റിനും ഈ മസിൽസ് വന്ന് അറ്റാച്ച് ആവുന്നതും നമ്മുടെ സ്ക്ലേറയിലാണ്. ഓക്കെ, ആൻഡ് മിസ് പറഞ്ഞു ഐ എന്താണ്, ഒരു ബോൾ പോലെയാണ് അല്ലേ? എനിക്ക് നോക്കട്ടാ, ഇതാ നോക്കിയടാ മിസ്, ഇതൊരു ബോൾ പോലെയാണ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് ഐബോളിൻ്റെ എന്ത്, സ്ക്ലേറ. ഓക്കെ, ആ സ്ക്ലേറയുടെ പോസ്റ്റീരിയർ വശം എന്ന് വെച്ചാൽ ബാക്കിൽ വശം, നമ്മുടെ കണ്ണിൻ്റെ ബാക്കിലെ വശത്ത് ഈ സ്ക്ലേറ എന്ത് പറ്റുന്ന പറഞ്ഞാൽ സ്ക്ലേറയിൽ ഒരു സീവ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവുന്നു. ഓക്കെ, ഇതൊരു ഐബോൾ ആണ് എന്ന് ഓർത്തിരിക്കും, ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, ആൻഡ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ മിസ് പറഞ്ഞു അത് സ്ക്ലേറയാണ്. അപ്പോൾ പോസ്റ്റീരിയർ വശം എന്ന് വെച്ചാൽ അകത്ത്. ഓക്കെ, എൻ്റെ സ്ക്ലേറയുടെ പോസ്റ്റീരിയർ വശത്ത്, ഐബോളിൻ്റെ ബാക്ക് വശത്ത് ഒരു സീവ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യാറുണ്ട്. സീവ് ലൈക്ക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ മക്കളെ, നിങ്ങൾ ഈ ചായ അരിക്കത്തില്ലേ, അതിനിപ്പം ഇംഗ്ലീഷിൽ എന്നാടാ പറയാം, മലയാളത്തിലും അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഫിൽറ്റർ ഇല്ലേടാ ചായ അരിക്കാനായിട്ടുള്ള, അതേപോലെ ഒരു സീവ് ലൈക്ക് സ്ട്രക്ചർ സ്ക്ലേറയുടെ പോസ്റ്റീരിയർ വശത്തുണ്ട്. ഓക്കെ, പോസ്റ്റീരിയർ വശത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ബേസിക്കലി കുഞ്ഞു കുഞ്ഞു ഹോൾസ് പോലെ. ഓക്കെ, സോ ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ലമൈന ക്രിബ്രോസ. ലമൈന ക്രിബ്രോസ. ഇപ്പം ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത് ലമൈന ക്രിബ്രോസ? കാരണം ഈ ലമൈന ക്രിബ്രോസയിൽ കൂടെ നമ്മുടെ നെർവ്, ഐന്ന് തുടങ്ങുന്ന നെർവ് ഏതാ മോനെ? ഒപ്റ്റിക് നെർവ്. ഈ ഒപ്റ്റിക് നെർവ് ഈ ലമൈന ക്രിബ്രോസയിൽ കൂടെയാണ് പുറത്തേക്ക് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്നത്, ഐൻ്റെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ടു ദ ബ്രെയിൻ. സോ നമ്മൾ കണ്ട ഇമേജ് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കണ്ടെങ്കിൽ അല്ലേ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുമോ, ഞാൻ കണ്ടത് ഇയാളെയാണ്, ഇവരെയാണ്. അപ്പോൾ അതിനൊരു നെർവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് തുടക്കം ഇടുന്നത്? നമ്മുടെ ഐബോളിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നെർവ് തുടങ്ങുന്നത്. ഓക്കെ, ആ നെർവ് എന്താ മക്കളെ? ഒപ്റ്റിക് നെർവാണ്. ആ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദിസ്, ഈ സീവ് ലൈക്ക് സ്ട്രക്ചർ എന്ന് മിസ് പറഞ്ഞില്ലായിരുന്നു, സ്ക്ലേറയുടെ പോസ്റ്റീരിയർ വശത്ത് ഒരു സീവ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അവിടെ നിന്നാണ് ഒപ്റ്റിക് നെർവിൻ്റെ എക്സിറ്റ്. ഓക്കെ, ഒപ്റ്റിക് നെർവ് അവിടെ നിന്നാണ് ഐനെ എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ബ്രെയിൻ. മക്കൾ എത്രയും മനസ്സിലായടാ? അതാടാ ഇവിടെ പിക്ചർ ഉണ്ടടാ. സോ സി ഇത് അഗൈൻ ഐസിൻ്റെ, ഐ തിങ്ക് മൈ ഹസ്ബൻഡ് കെയിം, ഹി ഹാസ് ഗോൺ ഫോർ എ വാക്ക്. ആൾ വന്നു തോന്നുന്നു. ഓക്കെ, സോ മക്കളെ ഇതാണ് ഐസിൻ്റെ ലാറ്ററൽ വ്യൂ. ഓക്കെ, ആ ലാറ്ററൽ വ്യൂവിൽ മനസ്സിലായ സൈഡിൽ കൂടെ നോക്കുന്ന വ്യൂ നിങ്ങൾ കണ്ടോ? ഈ വശമാണ് അതാ മിസ് പറഞ്ഞില്ലേ ഐ ബോൾ, ഇപ്പോൾ ഒരു ബോളാണിത്, അങ്ങനെ ഐ ഒരു ബോൾ പോലെയാണ്. ആൻഡ് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് എന്ത് നെർവാണ് എക്സിറ്റ് ചെയ്യുന്നത്? ദിസ് നെർവ് ദാറ്റ് യു സീ ഹിയർ, ദാറ്റ് ഇസ് ദ ഒപ്റ്റിക് നെർവ്. എന്താ മോനെ? ദാറ്റ് ഇസ് ദ ഒപ്റ്റിക് നെർവ്. മനസ്സിലായോ? ഓക്കെ, സോ ബേസിക്കലി ഇത്രയും ഓർത്തിരുന്നാൽ മതി. സ്ക്ലേറ ഓക്കെ പോസ്റ്റീരിയർലി ഒരു സീവ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് കോൾഡ് ആസ് ലമൈന ക്രിബ്രോസ, ത്രൂ വിച്ച് nerve passes or exits the eye.
That is the optic nerve. Simple. Okay. മക്കളെ അടുത്തത് ലിംബസ്. ലിംബസ് മിസ് പറഞ്ഞു എന്താണ് ലിംബസ്? മക്കൾ പറയടാ. എടാ ഇതാണ് സ്ക്ലേറ. ഓക്കെ, ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ കോർണിയ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇതൊരു ട്രാൻസ്പെറൻറ്റ് സ്ട്രക്ചറാണ്. ഈ റൗണ്ട് പോലെ ഒരു ട്രാൻസ്പെറൻറ്റ് സ്ട്രക്ചറാണ്, നമ്മുടെ ഐ ലെൻസ് പോലെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ കോർണിയയുടെയും സ്ക്ലേറയുടെ ഇടയ്ക്കുള്ള ജംഗ്ഷൻ ഇല്ലേ, ഈ മിസ് വരയ്ക്കുന്ന ഈ ജംഗ്ഷൻ, അതിനെയാണ് നമ്മൾ ലിംബസ് എന്ന് പറയുക. ഈ ലിംബസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ നമുക്ക് ഒക്യുലർ സ്റ്റെം സെൽസ് ഉണ്ട്. ഓക്കെ, ഒക്യുലർ സ്റ്റെം സെൽസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ മോനെ? സ്റ്റെം സെൽസ് എന്താണ്? ബേസിക്കലി നമ്മുടെ സ്റ്റെം സെൽസ് എന്ന് വെച്ചാൽ പുതിയ സെൽസിനെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഇപ്പോൾ കണ്ണിൽ ഒരാൾക്കൊരു ഇഞ്ചുറി പറ്റി, ഓക്കെ, കുറേ നാൾ മേജർ ഇഞ്ചുറി എന്നല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് ആ കണ്ണ് പിന്നെയും നമുക്ക് നോർമലായിട്ട് തന്നെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്? ആ പുതിയ സെൽസ് അവിടെ വരാനായിട്ട് സഹായിക്കുന്ന ആളാണ് നമ്മുടെ സ്റ്റെം സെൽസ്. ഓക്കെ, സ്റ്റെം സെൽസ് ദേ ഹെൽപ്പ് ഇൻ റീജനറേഷൻ ഓഫ് ന്യൂ സെൽസ് ഇൻ കേസ് ഓഫ് എൻ ഇഞ്ചുറി. Understood, Mane? Okay, well, that's about limbus. Okay, next is about iris. Okay, now see this picture, iris. One second, guys, one second. I think my child came still. Guys, my child has come. I'll see you tomorrow. Okay, say hi. Bye, guys. Stay blessed. Bye-bye.